മനസ്സിൽ സഹജീവികളോട് സ്നേഹവും കരുണയും അവരുടെ ആവശ്യങ്ങളിലേക്ക് നമ്മളുടെ സഹായഹസ്തം നീട്ടാൻ ഇപ്പോഴും മനസ്സിൽ മനുഷ്യത്വം ബാക്കിയുള്ള ആളുകളോടട്ടോ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ദൈന്യത ഉള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന രോഗങ്ങളാൽ വലയുന്ന മനുഷ്യരുടെ വീഡിയോസ് ഒക്കെ പ്രചരിക്കാറുണ്ടല്ലേ, സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലും അല്ലാതെയൊക്കെ നമ്മളിലേക്ക് എത്താറുണ്ട്. മനസാക്ഷി മരവിക്കാത്ത ആളുകൾ അത്തരം വരുന്ന ആവശ്യങ്ങൾക്കൊക്കെ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കാറുമുണ്ടല്ലേ. എന്നാൽ ഇത്തരത്തിലുള്ള മനസ്സിൽ ഇപ്പോഴും ആർദ്രത ബാക്കിയുള്ള മനുഷ്യരുടെ വികാരങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഇത്തരത്തിൽ ഉള്ള ആളുകളുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഇടനിലക്കാർ, ലീച്ചുകൾ, പാരാസൈറ്റ്സ് അല്ലേ, ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവരെ വിറ്റ് ജീവിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ വളരെ ലക്ഷറിയിൽ സാധാരണ രീതിയിൽ തുടങ്ങി ഇപ്പോൾ വളരെ ലക്ഷറിയിൽ മണിമന്ദിരങ്ങളൊക്കെ വെച്ചിട്ട് ലക്ഷറി കാറുകളിലൊക്കെ ലക്ഷക്കണക്കിന് വിലയുള്ള കാറുകളിലൊക്കെ യാത്ര ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോസും ആവശ്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും സഹായം ചെയ്യാൻ വേണ്ടി ഒന്ന് വിചിന്തനം ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇടനിലക്കാരുടെയും ഇടപെടലുകളില്ലാതെ 100% ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെ ഒരു സഹായം ഒരു മനുഷ്യനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് അവരുടെ ആവശ്യങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ അവിടേക്കുള്ള ഫണ്ട് ഫ്ലോ നിൽക്കുകയും ചെയ്യുന്ന രീതിയിൽ ഏത് പബ്ലിക്കിലുള്ള ഏത് മനുഷ്യനും ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഒരു ടെലിഫോൺ, സ്മാർട്ട് ഫോണെങ്കിലും കയ്യിലുള്ള ഏതൊരു മനുഷ്യനും ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി നമ്മളുടെ ഏത് സംശയവും നമ്മളെ മനസ്സിൽ നമ്മളൊരു സഹായം ഒരാൾക്ക് ഏൽപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏതൊരു സംശയത്തിനെയും ദൂരീകരിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാവിധ ലൂപ്പ് ഹോളും അടച്ചുകൊണ്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഒരു സംശയമില്ലാതെ ഒരു സംശയത്തിനും ഇട നൽകാതെ നമുക്ക് ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉള്ള ആളുകളിലേക്ക് സഹായം എത്തിക്കാൻ പറ്റും. നമുക്ക് ഉറപ്പിക്കാം അതവിടെ ചെല്ലുന്നുണ്ടെന്ന്. ഒരു വ്യക്തി ഒരു നാട്ടിൽ വിഷമത അനുഭവിക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിൻ്റെ ആവശ്യങ്ങൾ, ആ വ്യക്തിക്ക് അനുഭവിക്കുന്ന ഒരു രോഗം അത് ജെന്യൂൻ ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്ന അവിടുത്തെ ഗവൺമെൻറ് ബോഡിയിലെ ഒരു മെമ്പർ, ഒരു പഞ്ചായത്ത് മെമ്പറോ സെക്രട്ടറിയോ ഏത് അത്തരത്തിലുള്ള ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് അക്നോളജ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആ വ്യക്തിക്ക്, ഈ രോഗിക്ക് ഇന്ന അസുഖമുണ്ട്, ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് അയാൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ട് അയാളുടെ ലെറ്റർ ഹെഡിൽ കൊടുക്കുന്ന ഒരു അക്നോളജ്മെൻറ്റ്, അതുകൂടാതെ ഈ രോഗിയുടെ രോഗ വിവരങ്ങൾ എന്തൊക്കെയാണെന്നും ഡയഗ്നോസും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഒക്കെയുള്ള ഡോക്ടറിൻ്റെ റിപ്പോർട്ടുകൾ, ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ പേര്, ആശുപത്രിയുടെ പേര്, ആവശ്യമായേക്കാവുന്ന ചെലവിൻ്റെ ഏകദേശ രൂപം, അതുകൂടാതെ ഏകദേശ രൂപം എന്ന് പറയാൻ കാര്യം ഒരു പക്ഷേ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ടല്ലേ. നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഒക്കത്തില്ല ഒരു ചികിത്സ എത്ര രൂപയ്ക്ക് തീരുമെന്ന്. അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെയുള്ള ആസ് ഓഫ് നോ അവർ പറയുന്ന ഹോസ്പിറ്റൽ പറയുന്ന ചെലവിൻ്റെ രൂപവും അതിലെത്ര രൂപ ഇതുവരേക്ക് ആളുകൾ അവർക്ക് സഹായമായിട്ട് എത്തിച്ചു എന്നുള്ളതിൻ്റെ ആ തുകയും ഇനി എത്ര രൂപ കൂടെ ബാക്കി വേണം എന്ന് പറയുന്ന ഒരു എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണിക്കുന്നതും അതൊക്കെ അത് റിയൽ ടൈമായിട്ട് അതാത് ദിവസങ്ങളിൽ ഓരോരുത്തർ പൈസ കൊടുക്കുമ്പോഴും അതാത് ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആവുന്ന രീതിയിൽ റിയൽ ടൈമായിട്ട് കാണിക്കുകയും, കൂടാതെ ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ, ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേറെന്തെങ്കിലും ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് ആവശ്യങ്ങളുണ്ടോ അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ, പ്രൂഫുകൾ വരെ അപ്ലോഡ് ചെയ്ത്
ആർക്കും ഡൗൺലോഡ് ചെയ്ത് കാണാവുന്ന രീതിയിൽ ബില്ലുകളടക്കം ഹോസ്പിറ്റലിൻ്റെ ബില്ലുകൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന പൈസയുടെ അതാത് ഇൻവോയ്സസ് എല്ലാം ആർക്കും ഡൗൺലോഡ് ചെയ്തും കാണാവുന്ന രീതിയിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എങ്ങനെയുണ്ട്? ഇതിൽ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിനേക്കാളും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഒരു ചാരിറ്റി ചെയ്യാൻ ഒക്കത്തില്ല. ഇങ്ങനെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി. നമ്മൾ ഏതൊരാളും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. എത്രത്തോളം ആളുകളിലേക്ക് ഇത് എത്തിച്ചേർത്തിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ആളുകൾ എത്രത്തോളം പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഗൂഗിളിൽ എടുത്തിട്ട് നിങ്ങൾ ബ്രൗസർ എടുത്തിട്ട് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. നിങ്ങൾക്കെല്ലാം ഇപ്പം തന്നെ ഞാൻ ഈ സംസാരിക്കുന്ന വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എടുത്ത് നോക്കാൻ പറ്റും. അതിലുള്ള കേസസ് കാണാൻ പറ്റും. എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ കൊടുക്കുന്ന 100 രൂപയോ 50 രൂപയോ പോലും അവർ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഓരോരുത്തർക്കും ഒരു ഐഡിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഇപ്പം ഞാൻ 100 രൂപ കൊടുത്തു, ഒരു വലിയ എമൗണ്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അത് അവിടെ ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 100 രൂപ അവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ കൊടുത്ത 100 രൂപയോ അല്ലെങ്കിൽ 50 രൂപയോ അവിടെ കാണിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്പെറൻസിയുടെ പര്യായ പദമായിട്ട് ചെയ്തിട്ടുള്ള ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ആളുകൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇത് പോയി നോക്കണം.